താങ്കളിപ്പോൾ ഈ ഫൊക്കാന അമേരിക്കൻ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ഫൊക്കാന ഉൾപ്പെടെയുള്ള സംഘടനയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണെന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ താങ്കൾക്ക് ഒരുപക്ഷെ കേരളത്തിലെ ഈ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പല വ്യക്തിത്വങ്ങളുമായിട്ട് പരിചയം ഉണ്ടാകും. അത്തരത്തിൽ താങ്കൾ ശരിക്കും ഓർമ്മിക്കുന്ന താങ്കളുടെ മനസ്സിൽ തങ്ങുന്ന വ്യക്തിബന്ധങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് എൻ്റെ മനസ്സിലെത്തുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി നയനാരാണ്. 1990 അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ ഒരു അതിഥിയായിരുന്നു. അതിനുശേഷം വീട്ടിൽ നിന്ന് പോരുന്ന അവസരത്തിൽ അദ്ദേഹം എന്നെ ക്ഷണിച്ചു, തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ കാണണം. ഞാൻ അദ്ദേഹത്തോട് തമാശന് പറഞ്ഞു, വിളിക്കുക എന്നുള്ളത് അങ്ങയുടെ ഔദാര്യം, വരാതിരിക്കുക, മുഖ്യമന്ത്രിയുടെ സമയം കളയാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഔചിത്യം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കർണൂരുകാർ ഇഷ്ടമില്ലാത്തവരെ വിളിക്കാറില്ല. ആത്മാർത്ഥതയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പലതവണ വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹനിധിയായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഒരു സംഗതി ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ 11 മരുന്നുകൾ അദ്ദേഹം കഴിക്കുന്നുണ്ട്. ഈ മരുന്നുകളെല്ലാം എടുത്ത് കാണിച്ചു, അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഉറക്കം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല, കിടന്നാൽ ഉടനെ ഞാൻ ഉറങ്ങും, കാരണം എനിക്ക് ശത്രുക്കൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടു. ഇത്രയും രാഷ്ട്രീയ പ്രതിയോഗികളുള്ള ഒരു മനുഷ്യന് പറയുകയാണ് എനിക്ക് ശത്രുക്കൾ ആരുമില്ലെന്ന്. നമുക്കെല്ലാം അനുഭവ പാഠമാകേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര സുന്ദരമായി അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നു. കേരളത്തിലെ ആളുകളെല്ലാം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് ഈ സ്വഭാവവിശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ട് താങ്കൾക്ക് അടുപ്പമുണ്ടായിട്ടുണ്ട്? കേരളത്തിലെ സാഹിത്യകാരന്മാരിൽ ഒരു നല്ല പങ്ക് ആളുകളെ കാണാനും പരിചയപ്പെടാനും എല്ലാം എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തകഴി തൊട്ട് ഇപ്പോൾ വരുന്ന അവസരങ്ങളെല്ലാം നമ്മുടെ ബഷീറിനെ ഞാൻ പോയി കാണാറുണ്ട്. MD വാസുദേവൻ നായരുണ്ട്, T പത്മനാഭനുണ്ട്. പേരുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നത്, ഞാൻ പല വിട്ടുപോയി കഴിഞ്ഞാൽ പരിഭവമായിരിക്കും. അവരെല്ലാം എഴുതി തന്ന സൈൻ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എനിക്കൊരു പ്രയാസം മാത്രമേ ഉള്ളൂ, ഈ പുസ്തകങ്ങളെപ്പറ്റി എൻ്റെ കൊച്ചു പിള്ളേരോടൊത്തിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് മനസ്സിലാകില്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്. താങ്കളുടെ കുട്ടികൾക്ക് മലയാള ഭാഷ അറിയില്ല അല്ലേ? മലയാളം ഞാൻ പഠിപ്പിക്കാനായിട്ട് കൊച്ചിലെ ശ്രമിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളെല്ലാം ഇവിടെ വന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. പക്ഷെ തിരിച്ചവർ ഇംഗ്ലീഷ് മാത്രമേ വർത്താനം പറയുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ NRIs എല്ലാം മലയാളികൾ, വിദേശ മലയാളികളൊക്കെ കേരളീയ സംസ്കാരത്തോട് വളരെയേറെ താല്പര്യം, ഒരു നൊസ്റ്റാൾജിക് മനോഭാവം പുലർത്തുന്ന ആളുകൾ. താങ്കളിലും അത്തരം ഒരു നൊസ്റ്റാൾജി ഉണ്ടോ? കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഒരുപക്ഷെ ഞാൻ നോക്കിയിട്ടുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളി അവൻ്റെ ഭാഷയെപ്പറ്റിയും അവൻ്റെ സംസ്കാരത്തെപ്പറ്റിയും ഏറ്റവും കൂടുതൽ വികാര ഊഷ്മളതയോടുകൂടെ ചിന്തിക്കുന്നത് ഈ കേരളത്തിൻ്റെ അതിരുകൾ വിട്ട് കഴിയുമ്പോഴാണ്. കേരളത്തിനുള്ളിലുള്ള മലയാളികൾക്ക് അത്ര അഭിപ്രായം ഉണ്ടാവില്ല. ഒരു പ്രവാസ ജീവിതം അത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ബാലൻസ്, ഞാൻ കേരളത്തിൻ്റെ അതിരുകൾ വിട്ട് പറഞ്ഞിട്ട് 35 വർഷമായി. ഞാനിന്ന് തിരിഞ്ഞ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ലാഭങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഞാനും എന്നെപ്പോലുള്ളവരെല്ലാം സാമ്പത്തികമായിട്ട് വളരെ റിവാർഡിങ് ആയിരുന്നു ഞങ്ങളുടെ പ്രവാസ ജീവിതവും. രണ്ടാമത്, പ്രൊഫഷണലി ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ഡോക്ടർ എന്നുള്ള നിലയിൽ ചികിത്സിക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നുണ്ട്, വേണ്ട സ്ഥാനമാനങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാനും എൻ്റെ പൂർവികരും സഹസ്രാബ്ദങ്ങളായി ജീവിച്ച ഒരു മണ്ണാണ്. ഈ മണ്ണിൻ്റെ സാംസ്കാരിക പൈതൃകത്വം എൻ്റെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഓർക്കുമ്പോൾ എല്ലാ പ്രവാസിയും മൂലം മനസ്സിലൊരു വ്യഥയുണ്ട്. താങ്കളൊരു പക്ഷേ ഈ താങ്കളുടെ മക്കളൊക്കെ ആയിട്ട് ഈ ഇത്തരം ഒരു നൊസ്റ്റാൾജിയ പങ്കിടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവരുടെ അനുഭവ ലോകം വ്യത്യസ്തമാണ്. ഒരുപക്ഷെ നാളെ അവരുടെ ഭാഷ തന്നെ അവർക്ക് നഷ്ടപ്പെടും. ഒരുപക്ഷെ അല്ല, മിക്കവാറും നഷ്ടപ്പെടും. ഈ പ്രവാസികളുടെ ഈ ഒരു മണ്ണിനോടുള്ള ഈ ബന്ധം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുവിലുള്ള വികസനത്തിൽ പ്രവാസികളുടെ സംഭാവനയും ഏറെയുണ്ട്. താങ്കൾ തന്നെ പറയുകയുണ്ടായി, പ്രൊഫഷണൽ രംഗത്ത് മറ്റ് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള AKMG പോലുള്ള താങ്കൾ പ്രതിനിധീകരിക്കുന്ന സംഘടനയും കേരളത്തിന് വേണ്ടി ആരോഗ്യരംഗത്ത് നൽകുന്ന സേവനങ്ങൾ, ഇതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ജീവിത സാഹചര്യം
താങ്കൾ പോകുന്ന ഇവിടുന്ന് 3.5 ദശാബ്ദത്തിന് മുമ്പ് താങ്കൾ അനുഭവിച്ച ഒരു മലയാള അന്തരീക്ഷവും ഇന്ന് താങ്കൾ ഈ ഒരു ആധുനികോത്തര കാലത്ത് താങ്കൾ ഇപ്പോൾ കാണുന്ന മലയാള അന്തരീക്ഷവും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാനൊക്കെ വളർന്നു വന്നത് ഒരു കൂട്ടുകുടുംബത്തിലാണ്, ജോയിൻറ്റ് ഫാമിലിയിലാണ്. വളരെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ കേരളത്തെപ്പറ്റി എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അയൽവക്കക്കാർ എൻ്റെ വളർച്ചയെപ്പറ്റിയും നടപ്പിനെ പറ്റിയും ബോധവൽക്കരായിരുന്നു, സഹായിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടമായിരുന്നു. പക്ഷെ കേരളത്തിൽ തിരികെ വന്നിട്ട് അതങ്ങ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു പോയി. ഈ ന്യൂക്ലിയർ ഫാമിലി വന്നു കഴിഞ്ഞിട്ട് എവരിബഡി ഈസ് ഫോർ ഹെർ ഓൺ. ആ സമൂഹ ബോധം നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് വളരെ വേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതൊരു വലിയ വേദനയാണ്. നഗരങ്ങളിൽ മാത്രമാണോ അതോ എല്ലായിടത്തും ഉണ്ട്. രണ്ടാമത്തെ വേദന മലയാള ഭാഷയോട് മലയാളി കാണിക്കുന്ന അവഗണനയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ മുഖ്യമായ ഭാഗം നമുക്ക് ലഭിക്കുന്നത് മലയാള ഭാഷയിലൂടെയാണ്. കാസർഗോഡ് അങ്ങേപ്പുറത്ത് കാണുന്നയാളും നമ്മളുമുള്ള ഏക ബന്ധം ഈ മലയാള ഭാഷയോടുള്ള പ്രതിപത്തിയാണ്. ഇന്ന് നോക്കിയാൽ പ്രീ സ്കൂള്, പ്രൈമറി സ്കൂള് തലം തൊട്ട് മലയാളത്തിൽ നിന്ന് എടുത്തോടാനുള്ള, മലയാളത്തോടുള്ള അയിത്തം കാണിക്കുന്ന ഒരു മനോഭാവം അത് വളരെ വേദനാജനകമാണ്. നിർഭാഗ്യവശാൽ മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനം ഉടലെടുത്ത ശേഷമാണല്ലോ ഈ മലയാളത്തോടുള്ള ഐക്യം കാണുന്നത്. വളരെ വേദനിക്കുന്ന സംഗതി. സ്വന്തം ഭാഷയോട് ഒരുപക്ഷെ ഇത്രയേറെ അവഗണന പുലർത്തുന്ന മറ്റേതെങ്കിലും ജനതയെ താങ്കൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാലില്ല. ഒരുപക്ഷെ ഒരു പ്രവാസി മലയാളി സ്വന്തം മാതൃഭാഷയോട് പുലർത്തുന്ന ആത്മാർത്ഥത കേരളത്തിലെ ശരാശരി മലയാളിക്ക് ഇല്ല എന്ന ഒരു വാസ്തവത്തിലേക്കാണ് ഡോക്ടർ റോഹിത് പി തോമസ് വിരൽ ചൂണ്ടുന്നത്. ഒരുപക്ഷെ താങ്കളെപ്പോലുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ ഈ കലാകാലങ്ങളിൽ ഈ വിദേശ മലയാളികളെ സന്ദർശിക്കാനായിട്ട് ഇവിടെ നിന്നെത്തുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, ഇവരുമായിട്ടൊക്കെ പങ്കുവയ്ക്കാറുണ്ട്? ഉണ്ട്, പലപ്പോഴും ഉണ്ട്. പക്ഷെ അവരും ഹെൽപ്ലെസ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരോട് ഞാൻ പറയാറുള്ള വേറെ ഒരു കാര്യമുണ്ട്. ലോകത്ത് വേറെ ഒരു ഭൂവിഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഇല്ല. അത് കേരളത്തിൻ്റെ ഒരു ഹയസ്റ്റ് ഹെറിറ്റേജ് ആണ് ഈ മതേതര സംസ്കാരം. അതിന് വളരെ വിദൂരമായി പോലും വ്രണമേക്കുന്നത് മലയാളിക്ക് വേദനാകരമാണ്. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ കേരളത്തിൽ അത്തരമുള്ള ഒരു ചേഞ്ച് സമീപകാലത്ത് കാണുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടി ഞാൻ അവരോട് പറയാറുണ്ട്. ഈ ജാതിമത അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണം അത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നിട്ടില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതിനോട് എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? താങ്കളുടെ അനുഭവത്തിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അനുഭാവപൂർവ്വം പ്രതികരിച്ച നേതാക്കന്മാരെ ഓർമ്മയുണ്ടോ? സാധാരണ രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ദുബായിലൊക്കെ ചെയ്യുന്ന പ്രസംഗം അമേരിക്കയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചു തരാം. ഒരു ഭാഗ്യവശാൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഇവിടുത്തെ പ്രശ്നം അവരങ്ങ് പരിഹരിക്കണമെന്നുള്ളതല്ലോ. അവിടുത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ കേട്ടിട്ട് പോകുമെന്നല്ലാതെ അതിനാത്മാർത്ഥമായിട്ട് പ്രതികരിക്കുന്ന അധികം പേരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഒരുപാട് സ്നേഹിതന്മാരുണ്ട്, അവർ കേൾക്കുന്നെങ്കിൽ. താങ്കൾ EMS എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഒരിക്കൽ നയനാർ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണണമെന്ന് ആഗ്രഹമുണ്ടോ, അത് ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരുവിധപ്പെട്ട സംഗതികൾ. പെട്ടെന്ന് ഞാൻ രണ്ടാമതൊന്നും ശ്രദ്ധിച്ചു, സാറേ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടാക്കുള്ളൂ. അതാരാന്ന് ചോദിച്ചു. EMS നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്പൂതിരിപ്പാടിനെ പോയി കാണാനുള്ള കാറും എന്നും എല്ലാവരും അറേഞ്ച് ചെയ്തു. നമ്പൂതിരിപ്പാടിലൂടെ 45 മിനിറ്റ് ഇരുന്ന് വർത്തമാനം പറയാനാണ്. ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോയി ഫോട്ടോ എടുക്കാനും സാധിച്ചു. അതിനെപ്പറ്റി ഞാൻ ഒരു ലേഖനവും പിന്നെ എഴുതിയിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളോടൊക്കെ വളരെ അനുഭാവപൂർവ്വം പ്രതികരിക്കുന്ന ഒരു മനസ്സായിരുന്നു EMS. വളരെ ഇൻക്വിസിറ്റീവായിട്ടുള്ളൊരു മൈൻഡായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കാഗോയുടെ പൊളിറ്റിക്സിനെ പറ്റിയും EMS പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല വളരെ വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയാവുന്ന. ചിക്കാഗോയിലെ ഡെയിലി ഫാമിലിയെ പറ്റി അദ്ദേഹം ചോദിച്ചു. ഐ വാസ് ഷോക്ക്ഡ്. ഈ ഡെയിലി ഫാമിലി കഴിഞ്ഞൊരു 10-40 വർഷമായിട്ട്
ചിക്കാഗോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് മേര. അദ്ദേഹത്തെ പറ്റി EMS